Hello friends, welcome to Investing Right. I am Tenny. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ അത് കുറേ നാൾ കൈവശം വെച്ചതിന് ശേഷം നമ്മൾ വിൽക്കുമ്പോൾ കിട്ടുന്ന തുകയ്ക്ക് ലോങ് ടൈം ഓർ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് എത്ര കാലമാണോ നമ്മളിത് കയ്യിൽ വെച്ചിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ആവുന്നു. ആ തുക രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, രണ്ടാമത് ഒരു റീഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രോപ്പർട്ടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായി ഈ തുകയ്ക്ക് നികുതി കൊടുക്കുന്നതിൽ നിന്നും നമുക്ക് മുക്തി നേടാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ കിട്ടുന്ന തുക അതിൽ നിന്നും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് കണക്കാക്കിയതിന് ശേഷം ആ എമൗണ്ട് മാത്രമേ റീഇൻവെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. എന്നാൽ ഒരു നോൺ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ് വിൽക്കുന്നതെങ്കിൽ, അത് ഉദാഹരണത്തിന് ഒരു ഹൗസിംഗ് പ്ലോട്ടാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ, ആ തുകയുടെ മുഴുവൻ സെയിൽ പ്രൊസീഡ്സും നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ പ്രകാരം നമുക്ക് ടാക്സ് എക്സംപ്ഷൻ ലഭിക്കണമെങ്കിൽ പറഞ്ഞു വരുന്നത്, 50 ലക്ഷം രൂപയുടെ ഒരു വീട് നമ്മൾ 75 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപ മാത്രമേ നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. ആ 25 ലക്ഷം രൂപയും ചെയ്യേണ്ടതില്ല. കാരണം 50 ലക്ഷം രൂപയുടെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റും അതിൽ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 60 ലക്ഷം എന്ന് വന്നിരിക്കാം. ബാക്കി 15 ലക്ഷം രൂപ മാത്രമേ നമുക്കൊരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനായി കണക്കാക്കേണ്ടതുള്ളൂ. അത് മാത്രമേ റീഇൻവെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. എന്നാൽ 50 ലക്ഷം രൂപയുടെ ഹൗസിംഗ് പ്ലോട്ടാണ് നമ്മൾ വാങ്ങി 2 വർഷത്തിന് ശേഷം കയ്യിൽ വെച്ച് 75 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ആ 75 ലക്ഷം രൂപയും നമ്മൾ രണ്ടാമതൊരു വീട് വാങ്ങുന്നതിനോ, ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങുന്നതിനോ, ഒരു പ്ലോട്ട് വാങ്ങി അതിൽ ഒരു വീട് കെട്ടുന്നതിനോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നോൺ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയെ വിറ്റതിന് ശേഷം കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിനിനുള്ള നികുതി വിമുക്തം നമുക്കാകാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നീട് ഫ്യൂച്ചറിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി വിൽക്കുന്നതിനുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ, ഒരു പ്ലാനിങ് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്കുള്ളത് വളരെ നല്ലതായിരിക്കും. കൊമേഴ്സ്യൽ പ്ലോട്ട്, ഫാം ലാൻഡ് എടുക്കുന്നതാവാം. ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിയതിന് ശേഷം അത് സെല്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടാക്സ് ഇംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇക്വിറ്റിനേക്കാളും പ്രോപ്പർട്ടി ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് റേറ്റ് കൂടുതലാണ്. നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു, 3 വർഷത്തേക്ക് കയ്യിൽ വെക്കുന്നു, അല്ലെങ്കിൽ വളരെയധികം നാളിലേക്ക് കൈ വെച്ചതിന് ശേഷം വിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ ടാക്സ് ഓരോ ഇനത്തിലും, ഫാം ലാൻഡ് ആയിക്കോട്ടെ, റെസിഡൻഷ്യൽ ലാൻഡ് ആയിക്കോട്ടെ, കൊമേഴ്സ്യൽ ലാൻഡ് ആയിക്കോട്ടെ, അതിന് എത്ര ടാക്സ് ആയിരിക്കും, അതിൻ്റെ എക്സംഷൻസ് എങ്ങനെ നേടാം എന്നുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു. അപ്പം ഇതിനെപ്പറ്റിയുള്ള ഒരു അറിവ് നമുക്കുണ്ടാകുന്നത് മൊത്തമായിട്ട് ഈ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ പ്ലാനിങ് ചെയ്യുന്നതിന് വളരെ സൗകര്യപ്രദമായിരിക്കും. ഇന്ന് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ, അതായത് ഒരു വീടോ ഒരു അപ്പാർട്ട്മെൻറ്റോ ആയി വാങ്ങി നാൾ കയ്യിൽ ശേഷം വിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ്. അതിന് നമുക്കറിയാം, അത് ഷോർട്ട് ടൈമും ലോങ് ടൈമും ഉണ്ടായിരിക്കും. ഈ ഷോർട്ട് ടൈമിൽ കൈവച്ചിരിക്കുന്ന വേറെ ഒരു വിധത്തിലുള്ള എക്സംഷൻസ് നമുക്ക് കിട്ടുകയില്ല. നമുക്ക് നമ്മുടെ ടാക്സിനോട് ചേർത്തി, ടാക്സബിൾ ഇൻകത്തിനോട് ഈ ഇൻകവും ചേർത്തി അതിനുള്ള ടാക്സ് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് അല്ലെങ്കിൽ ലോസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു പ്രോപ്പർട്ടി വാങ്ങി 2 വർഷത്തിനകത്ത് തന്നെ നമ്മൾ അതിനെ സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും നഷ്ടത്തിനെയോ ആണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ 2019 ഒരു ഹൗസിംഗ് പ്ലോട്ട് 50 ലക്ഷത്തിന് വാങ്ങിയിരിക്കുന്നു, 2020 65 ലക്ഷത്തിന് തന്നെ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് ഏകദേശം ഒരു 2 വർഷത്തിനുള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഒന്നും കിട്ടുകയില്ല. ഇതിന്റെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് 15 ലക്ഷമാണ്. ഈ എമൗണ്ട് നമ്മുടെ മറ്റ് സാലറി ഇൻകത്തിനോട് കൂടി ചേർത്ത് നമ്മൾ അതിന് ടാക്സ് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതിന് നമുക്ക് പല എക്സ്പെൻസുകളും ഇതിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ടാകും. അതായത്, ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ എക്സ്പെൻസസ്, അതുകൂടാതെ നമ്മൾ ഇതിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് ചെയ്തിട്ടുണ്ടാകാം. നമ്മൾ ഇതിന് ചുറ്റും ഒരു ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ടാകാം. അതിൽ ക്ലീനിങ് ചെയ്യുന്നതിന്, ബ്രോക്കറേജ് കൊടുക്കുന്നതിനെല്ലാം ഉള്ള എക്സ്പെൻസസ് നമ്മൾ ഇതിൽ നിന്നും കുറയ്ക്കാൻ പറ്റും. ആ എക്സ്പെൻസസ് ഏകദേശം 5 ലക്ഷം രൂപയാണെങ്കിൽ ഈ 15 ലക്ഷം രൂപയിൽ നിന്നും ഈ 5 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 10 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ ടാക്സ് സ്ലാബ് റേറ്റിൽ തന്നെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടിയിരിക്കും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, അതിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസുകളുമായിട്ട് നമുക്ക് തട്ടിക്കഴിക്കാൻ പറ്റും. നമുക്ക് ഒരു പ്രോപ്പർട്ടിയിൽ ഷോർട്ട് ടൈമിൽ നമുക്ക് ലാഭം കിട്ടിയിരിക്കുന്നു, വേറൊരു പ്രോപ്പർട്ടിയിൽ നമുക്ക് ലോസ് ആയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കിഴിച്ച് നെറ്റായിട്ടുള്ള എമൗണ്ടിനുള്ള ടാക്സ് മാത്രമേ നമ്മൾ അടയ്ക്കേണ്ടതുള്ളൂ. പക്ഷേ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിനെ ഒരു ലോങ് ടൈം ക്യാപിറ്റൽ ലോസുമായിട്ട് തട്ടിക്കിഴിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? ഷോർട്ട്
ടേം ക്യാപിറ്റൽ ഗെയിൻസിനുള്ള ടാക്സ് കൂടുതലാണ്, അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിനുള്ള ടാക്സ് കുറവാണ്. അത് കാരണം കൂടുതൽ ടാക്സ് ഉള്ള ഒരു ഹെഡിൽ നിന്നും അത് കുറവുള്ള ഒന്നുമായിട്ട് തട്ടിക്കിഴിക്കാൻ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. വേറെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെയുണ്ട്. നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ളതാണെങ്കിൽ അത് അസറ്റ് ക്ലാസ്സുകളിലുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസുമായിട്ട് തട്ടിക്കഴിയാം. ഉദാഹരണത്തിന് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം വിൽപ്പനയിൽ ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് അതിനെ തട്ടിക്കഴിക്കാൻ സാധിക്കും. ഇവിടെ രണ്ടിന്റെയും ടാക്സ് റേറ്റ് വ്യത്യാസമാണെന്ന് ഓർക്കാം. അപ്പൊ ഇത് നമുക്ക് ലാഭകരമാണ്. ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം 15% ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഒരു ഭൂമി വിൽക്കുമ്പോൾ കിട്ടുന്നതിന് ഏകദേശം നമ്മുടെ ടാക്സ് ലാബിനോട് ചേർത്താണ് അതിനുള്ള ഇത് കൊടുക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ അതുമായിട്ട് തട്ടിക്കിഴിച്ച് നമുക്ക് അതിനുള്ള നെറ്റായിട്ടുള്ള എമൗണ്ടിനുള്ള ടാക്സ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ഈ ലോസസിന് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത 8 വർഷം വരെ ഈ ക്യാപിറ്റൽ ലോസസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് ഫ്യൂച്ചറിൽ ഉണ്ടാകാവുന്ന ക്യാപിറ്റലുകളുമായിട്ട് തട്ടിക്കിഴിക്കാനുള്ള സൗകര്യവും IT ആക്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ 2 വർഷത്തിലധികം കയ്യിൽ വെക്കുന്നതിന് ശേഷം വിൽപ്പന നടത്തുമ്പോൾ കിട്ടുന്ന ലാഭത്തിനെയാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നെറ്റ് ഓഫ് സെയിൽ കൺസിഡറേഷനും ഇൻഡെക്സ്ഡ് അക്വിസിഷൻ പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ആയി നമ്മൾ കണക്കാക്കേണ്ടത്. എന്താണ് അക്വിസിഷൻ പ്രൈസ്? നമ്മളൊരു സ്ഥലം വാങ്ങിയിരിക്കുന്നു, ഒരു എമൗണ്ട് കൊടുത്ത് വാങ്ങി. അതിനുശേഷം അതിൽ നിന്നും അത് അക്വയർ ചെയ്യാനായിട്ട്, അത് വാങ്ങിക്കാനായിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി, ബ്രോക്കറേജസ്, മറ്റ് എക്സ്പെൻസുകൾ, രജിസ്ട്രേഷൻ ചാർജസ് മുതലായവയെല്ലാം തട്ടിക്കിഴിച്ചതിന് ശേഷം കിട്ടുന്ന ആ കോസ്റ്റിനെയാണ് അക്വിസിഷൻ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് എത്ര രൂപയ്ക്കാണ് നമ്മളത് വാങ്ങിയിരിക്കുന്നത്, അതിൽ നിന്ന് നെറ്റ് ഓഫ് എക്സ്പെൻസസ് കുറച്ചതിന് ശേഷമുള്ളതാണ്. ഇനി ഇൻഡെക്സേഷൻ എന്താണ്? ഇൻഡെക്സേഷൻ എന്താണെന്നുള്ളതിനെ പറ്റി ഞാൻ ഒരു വീഡിയോ മുമ്പ് ചെയ്തിരിക്കുന്നു. ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെ കണക്കാക്കി നമ്മൾ വാങ്ങിയിരിക്കുന്ന തുക ഓരോ വർഷവും ചെറുതായിട്ട് കൂട്ടിവെച്ച് നമുക്ക് ആക്ച്വലി നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്, എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നതിൻ്റെ ഡിഫറൻസ് അല്ല, ഇൻഡെക്സേഷനായി നമുക്ക് നമ്മുടെ വാങ്ങിയിരിക്കുന്ന തുകയെ കുറച്ച് കൂട്ടിവെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഗവൺമെന്റ് ചെയ്തു തന്നിരിക്കുന്നു. അതിനെയാണ് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്. ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ഫുൾ ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ഇൻഡെക്സ് ചെയ്തിരിക്കുന്ന അക്വിസിഷൻ പ്രൈസ് സെയിൽ കൺസിഡറേഷനുമായി ഡിഫറൻസ് ചെയ്തതിന് ശേഷം, സെയിൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര രൂപയ്ക്കാണ് നമ്മളിത് വിൽക്കുന്നത് എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഉള്ള തുകയുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ 20% ആണ് ഇതിന് ടാക്സ് ആയി നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. ഇനി ഈ തുക, ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കിട്ടിയതിന് ശേഷം എങ്ങനെ വിവിധ തരം ടാക്സ് അസംഷൻസ് നമുക്ക് ഉപയോഗപ്പെടുത്തി ടാക്സ് കൊടുക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും എന്ന് നോക്കാം. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് 54 അതുമല്ലെങ്കിൽ 54F എന്ന 2 കാറ്റഗറിയിലാണ് മെയിനായി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിലേക്കുള്ള ടാക്സ് എക്സംഷൻസ് വരുന്നത്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിന് മാത്രമേ നമുക്ക് ഈ എക്സംഷൻ നേടാൻ സാധിക്കുകയുള്ളൂ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഒരിക്കലും ഒരു എക്സംഷൻ കിട്ടുകയില്ല, അതിനുള്ള ടാക്സ് അടച്ചു തന്നെ മതിയാവുകയുള്ളൂ. സെറ്റ് ഓഫ് ചെയ്ത് നെറ്റായിട്ട് കിട്ടുന്ന ഷോർട്ട് ടൈം ഗെയിൻസിനുള്ള ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ലോങ് ടൈമിലാണെങ്കിൽ നമുക്ക് ഈ 2 ഹെഡുകളിൽ ടാക്സ് കൊടുക്കുന്നത് ഒഴിവാക്കാം. എങ്ങനെയാണത്? പുതിയ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അതിനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം. 50 ലക്ഷം രൂപയുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പൂർണ്ണമായി നികുതി വിമുക്തമാകാൻ സാധിക്കും. ഇനി എത്ര രൂപയ്ക്കാണ് എക്സംഷൻ കിട്ടുക? നമ്മൾ എത്ര രൂപയ്ക്കാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുമല്ലെങ്കിൽ എത്ര രൂപയ്ക്കുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്, ഇതിന്റെ രണ്ടിന്റെയും ലോവർ വാല്യൂവിലാണ് എത്ര എമൗണ്ട് ആണ് നമുക്ക് എക്സംഷൻ കിട്ടുന്നത് എന്ന് അത് കണക്കാക്കുന്നത്. ഈ കാര്യത്തിൽ 50 ലക്ഷം രൂപ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടിയിരിക്കുന്ന ആൾ 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ 30 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന് എക്സംഷൻ ലഭിക്കും. ഇതിന് ഒരു പുതിയ പ്രോപ്പർട്ടി നമുക്ക് വാങ്ങിക്കാം. അത് ഈ സെയിൽ നടന്നതിന്റെ 1 വർഷം മുമ്പ് തന്നെ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ അതിനുശേഷം 2 വർഷത്തിന് ശേഷം തന്നെ വാങ്ങിച്ചാലും നമുക്കിതിന് അർഹത നേടാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു പുതിയ വീട് പണിയാം. ഒരു പ്ലോട്ട് വാങ്ങി അതിലൊരു വീട് പണിയാം. ആ പ്ലോട്ട് വാങ്ങുന്നതിനും വീട് കെട്ടുന്നതിനുമുള്ള തുക നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ നിന്നും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ഹൗസ് ഒരു 3 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കണം എന്ന നിബന്ധനയുണ്ട്.
ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് എന്ന് വേണമെങ്കിലും ആയിരിക്കാം. 10 വർഷം മുമ്പേ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു വീട് ഇൻകംപ്ലീറ്റ് ആകാതെ വെച്ചിരിക്കുന്ന ഒരു വീടിനെ ഇപ്പോൾ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഇരിക്കുന്ന 50 ലക്ഷം മുടക്കി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ടാക്സ് എക്സംഷന് അർഹത നേടാവുന്നതാണ്. ഇങ്ങനെ വാങ്ങുന്ന ഈ വീടോ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഈ വീടോ ഏതായാലും തന്നെ ഇത് 3 വർഷത്തേക്ക് നമ്മൾ കൈവശം വെക്കേണ്ടതാണ്. 3 വർഷം കൈവശം വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ടാക്സിനുള്ള അർഹത കിട്ടുകയുള്ളൂ. 3 വർഷത്തിനുള്ളിൽ ഇത് നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ടാക്സ് എക്സംഷൻ പോവുകയും നമ്മൾ അതിന് വീണ്ടും നികുതി കൊടുക്കാൻ ബാധ്യത വരികയും ചെയ്യുന്നു. ഇനി 54EC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. എന്നാലും നമുക്ക് നികുതി ഇളവ് ലഭിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് 54EC. അതായത് ഗവൺമെന്റ് അനുശാസിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ ബോണ്ടുകളിൽ REC, NHAI മുതലായ കമ്പനികൾ തുടരുന്ന ക്യാപിറ്റൽ ഗെയിൻ ബോണ്ടുകളിൽ ഈ തുക നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 5 വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ കാലയളവിന് ശേഷം ഈ തുകയെ നമുക്ക് റിഡീം ചെയ്തെടുത്ത് ടാക്സ് ഒന്നും കൊടുക്കാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ നിന്നും പൂർണ്ണമായി നമുക്ക് നികുതി വിമുക്തമാകാൻ സാധിക്കും. ഇതിൽ മനസ്സിലാക്കേണ്ടതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. 3-4% മാത്രമേ നമുക്ക് ഒരു വർഷം ഇതിൽ നിന്നുമുള്ള ഇൻട്രസ്റ്റായി പലിശയായി ഈ ബോണ്ടുകളിൽ നിന്ന് കിട്ടുകയുള്ളൂ. കാലയളവിനുള്ളിൽ ഈ 5 വർഷത്തിനുള്ളിൽ ഈ ബോണ്ടുകളെ മറ്റാർക്കും അത് കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയില്ല. ഇതിന് 5 വർഷത്തെ ഒരു ലോക്ക് ഇൻ പീരീഡും ഉണ്ടായിരിക്കും. ഇതിനുശേഷം ഈ തുക റിഡീം ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും നമുക്ക് പൂർണ്ണ നികുതിമുക്തമായി ഉപയോഗിക്കുന്നതിന് സാധിക്കും. അപ്പോൾ നോക്കൂ, നമ്മളൊരു 50 ലക്ഷത്തിന്റെ ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള നികുതി കൊടുക്കുക എന്നുള്ളതാണ് ഒരു മാർഗം. അതല്ലാതെ ഇത് ക്യാപിറ്റൽ ഗെയിൻസ് ബോണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിലും ഏകദേശം നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവുന്ന നഷ്ടം ഏകദേശം ഒന്ന് തന്നെയാണ്. കാരണം 4% മാത്രമേ നമുക്ക് ഇതിന് ഇൻട്രസ്റ്റ് ലഭിക്കുന്നുള്ളൂ. ടാക്സ് കൊടുത്തതിന് ശേഷം ഉള്ള തുക കൊണ്ടുപോയി നമ്മളൊരു 8% ഇൻട്രസ്റ്റ് റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും 3 വർഷം കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന തുക ഏകദേശം തുല്യമായിരിക്കും. ഈ ക്യാപിറ്റൽ ഗെയിൻസ് ബോണ്ടിൽ നിന്ന് നമുക്ക് വർഷാവർഷം കിട്ടുന്ന പലിശയ്ക്ക് നമ്മൾ നികുതി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾക്കൊരു ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ വർഷത്തിൽ തന്നെ 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്കത് റീഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മളുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പോ 6 മാസമോ ഏതാണ് ആദ്യം വരുന്നത് എന്നുള്ള മുറയ്ക്ക് നമ്മൾ ഈ തുക ക്യാപിറ്റൽ ഗെയിൻസ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഒരു വർഷം 50 ലക്ഷം രൂപ മാത്രമേ മാക്സിമം ഈ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. പക്ഷെ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻസ് എമൗണ്ട് 1 കോടിയാണെങ്കിൽ ഇത് 2ആയി വിഭജിച്ച് മാർച്ച് 31 മുമ്പായി 50 ലക്ഷവും മാർച്ച് 31 ശേഷം റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായി അടുത്ത 50 ലക്ഷം രൂപയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് എന്നാണെന്ന് നോക്കാം. മുമ്പ് കണ്ടു, നമ്മളൊരു പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ എമൗണ്ട് രണ്ടാമത് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാക്സ് എക്സംപ്ഷൻ ലഭിക്കുമെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. ഈ തുക ഉടനെ തന്നെ നമ്മളൊരു പുതിയ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പലർക്കും സാധിച്ചെന്ന് വരികയില്ല. പുതിയ ഒരു പ്ലോട്ട് വാങ്ങി അതിലൊരു വീട് പണിയുന്നതിന് മറ്റും സമയമെടുക്കും. ആ സമയത്തിന് നമ്മളുടെ തുക ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മാറ്റി എടുത്തു വെക്കുന്നതിനുള്ള ഒരു അക്കൗണ്ടാണ് ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട്. എല്ലാ PSU ബാങ്കുകളിലും ഇതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഈ അക്കൗണ്ടിൽ നമ്മളുടെ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ നമുക്ക് ഈ തുക നിക്ഷേപിക്കാവുന്നതും അതിൽ നിന്ന് വേണമെങ്കിൽ FDI ഇടാവുന്നതും മറ്റുമാണ്. പിന്നത്തെ 3 വർഷത്തിനുള്ളിൽ മാത്രമേ നമുക്ക് ഒരു പുതിയ ലാൻഡ് വാങ്ങി കൺസ്ട്രക്ട് ചെയ്ത് നമ്മളുടെ ഈ തുക നിക്ഷേപിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഒരു പുതിയ പ്രോപ്പർട്ടിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 വർഷം വരെ സമയമുണ്ട്. ഈ സമയം അത്രയും ഈ തുക ഈ FDയിൽ ഇടുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പലിശ നമുക്ക് എടുക്കാൻ സാധിക്കും. കൂടാതെ നമ്മളൊരു പ്ലോട്ട് വാങ്ങി കൺസ്ട്രക്ഷൻ അത് തുടരുന്ന മുറയ്ക്ക് ഇതിൽ നിന്നും കാശ് വാങ്ങി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന തുകയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല ഒരു നിശ്ചിത കാലയളവിൽ അധികം വെക്കുകയാണെങ്കിൽ. 3 വർഷത്തിനുള്ളിൽ തന്നെ ഈ തുക യൂസ് ചെയ്ത് നമ്മളുടെ പുതിയ പ്രോപ്പർട്ടി വാങ്ങുന്നതിനോ കൺസ്ട്രക്ട് ചെയ്യുന്നതിനോ യൂസ് ചെയ്യേണ്ടതാണ്. ഈ തുക മുഴുവനായി യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന തുകയ്ക്ക് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു. അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും. നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ, ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം, അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ, റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം, ഒരു വിൽപത്രം എങ്ങനെ എഴുതാം,
മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ്, ബെസ്റ്റ് 3-in-1 അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, കൂടാതെ നിക്ഷേപയോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ്. ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.